നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. കൃപ എന്ന പദത്തിന് അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹതയില്ലാത്ത വ്യക്തികൾക്ക് പ്രതിഫലേച്ഛ കൂടാതെ ദൈവം കാണിക്കുന്ന ദയ എന്നാണ് അർത്ഥം. കൃപയാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെയാണ്. സങ്കീർത്തനം 67:1 ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, തൻ്റെ മുഖത്തെ നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ എന്ന ആശീർവാദ വചനമാണ് നാം കാണുന്നത്. ദൈവകൃപ ആവശ്യമില്ലാത്ത ആരും തന്നെ ഭൂമുഖത്തുണ്ടാകുകയില്ല. പ്രവർത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 23-ാം വാക്യത്തിൽ ബർന്നബാസ് എന്ന പ്രബോധനപുത്രൻ അന്ത്യോക്യ സഭയിൽ ചെന്നപ്പോൾ അവിടെ കണ്ടത് ദൈവകൃപയാണ്. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു എന്ന് നാം വായിക്കുന്നു. ദൈവകൃപ കാണുവാൻ കഴിയുന്നതാണ്. ദൈവകൃപയുടെ പ്രദർശനമാണ് അവിടെ കാണുവാൻ കഴിഞ്ഞത്. ആദിമസഭയിൽ എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നുവെന്ന് വായിക്കുന്നു. ദൈവകൃപയാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ തിരുവഴുത്തിലുടനീളം നമുക്ക് ദർശിക്കുവാൻ കഴിയും. എല്ലാം വിശദമാക്കുവാൻ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കഴിയുന്നില്ലെങ്കിലും ചുരുക്കം ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്, കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു എന്നത് തന്നെയാണ് നമ്മുടെ ഭാഗ്യം. എഫെസ്യലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. രക്ഷിക്കപ്പെടുവാൻ അഥവാ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ നമ്മുടെ പ്രവൃത്തികൾ പര്യാപ്തമല്ല. മനുഷ്യൻ 2 പ്രമാണങ്ങളെയാണ് രക്ഷ പ്രാപിക്കുവാൻ അഭയം തേടുന്നത്. ഒന്ന് കർമ്മമാർഗവും മറ്റൊന്ന് വിശ്വാസമാർഗവും. പഴയ നിയമത്തിൽ 2 വ്യക്തികളെ ഇതിന് പ്രതിനിധികളായി നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന് കയീനും മറ്റൊന്ന് ഹാബേലും. കയീൻ കർമ്മമാർഗത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചു. ഹാബേലാകട്ടെ വിശ്വാസമാർഗത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിച്ചു. കയീന്റെ മാർഗത്തിലും കയീന്റെ ആരാധനയിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് കാണുന്നു. എന്നാൽ ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിക്കുകയും ദൈവം അവനെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇന്നും കർമ്മമാർഗത്തിലൂടെ കയീന്റെ മാർഗത്തിലൂടെ ചരിക്കുന്നവർ അനേകരാണ്. സ്വന്തം പ്രവർത്തികളാൽ ദൈവത്തിന്റെ രക്ഷ സ്വായത്തമാക്കുവാൻ ശ്രമിക്കുന്നു. ഇന്ന് അറിയപ്പെടുന്ന എല്ലാ മതവിഭാഗങ്ങളും ഇന്നത് ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകുവാൻ കഴിയും, ഇന്ന സൽപ്രവർത്തികൾ ചെയ്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. എന്നാൽ വിശ്വാസമാർഗത്തിൽ നാം ഇന്നത് ചെയ്യുക എന്നുള്ളതല്ല, പിന്നെയോ കാൽവറിയിലെ ക്രൂശിൽ നമുക്ക് വേണ്ടി നിവർത്തിച്ച രക്ഷയിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവപ്രവൃത്തിയിൽ വിശ്വസിക്കുക. കർത്താവായ യേശുക്രിസ്തു കാൽവറിയിൽ തൻ്റെ ജീവനെ വെടിഞ്ഞത് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അത് എൻ്റെ പേർക്കാണ് എന്ന് വിശ്വസിച്ച് യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നവർക്ക് കൃപയാലുള്ള രക്ഷ സ്വായത്തമാക്കുവാൻ കഴിയും. കയ്യിൻ്റെ മാർഗത്തിൽ പ്രവർത്തികളിൽ ആശ്രയിച്ചു കൊണ്ടുപോകുന്നവർ അവർക്ക് പരാജയപ്പെടേണ്ടി വരും. അവർക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ സൗജന്യമായി ഒരുക്കിയ രക്ഷ സ്വായത്തമാക്കുവാൻ കഴിയാതെ നിത്യനാശത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. കർമ്മമാർഗത്തിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരും നിരാശപ്പെടുകയേ നിവർത്തിയുള്ളൂ. ആകയാൽ പ്രശംസ എവിടെ? അത് പോയി ഏത് മാർഗത്താൽ? കർമ്മമാർഗത്താലോ അല്ല, വിശ്വാസമാർഗത്താൽ അത്രയെന്ന് റോമാലേഖനം 3-ാം അധ്യായം 27-28 വാക്യങ്ങളിൽ വായിക്കുന്നു. നമ്മുടെ സ്വന്തം പ്രവർത്തികളിൽ ആശ്രയിച്ച് രക്ഷിക്കപ്പെടുവാൻ ആർക്കും കഴിയുകയില്ല. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി രക്ഷയൊരുക്കി തന്റെ പുത്രനെ കാൽവറിയിൽ തകർത്തൊരുക്കിയ രക്ഷ, ആ രക്ഷ സ്വായത്തമാക്കുവാൻ നാം ചെറുവിരൽ പോലും അനക്കേണ്ട ആവശ്യമില്ല. പൂർണ്ണമായും കൃപയാൽ വിശ്വാസം മൂലം നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും. ഈ വചനം ശ്രവിക്കുന്ന ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ രക്ഷിക്കുന്ന ദൈവകൃപയുടെ മഹത്വം മനസ്സിലാക്കി രക്ഷിക്കപ്പെടുക. രക്ഷിക്കപ്പെട്ടവർ കൃപയാൽ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനം ലഭിച്ചവരാണ്. അവർക്ക് ആ കൃപയുടെ ബഹുത്വത്താൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയും. സങ്കീർത്തനം 5:7 നാം ഇപ്രകാരം വായിക്കുന്നു: ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്ങളുള്ള ഭക്തിയോടെ ആരാധിക്കും. അതെ, ദൈവത്തിന്റെ കൃപയുടെ ബഹുത്വത്താൽ മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുള്ളൂ. കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ആ കൃപയുടെ ബഹുത്വം മനസ്സിലാക്കുവാൻ കഴിയും. നാം മുമ്പ് പാപത്തിൽ ജീവിച്ചിരുന്നപ്പോൾ
കൃപയുടെ മഹത്വം മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ, കൃപയാലുള്ള രക്ഷ സ്വായത്തമാക്കി കഴിഞ്ഞപ്പോൾ, ദൈവം എന്നോട് ചെയ്ത കൃപ എത്രയോ ശ്രേഷ്ഠമായതാണ്. ആ കൃപയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മാത്രമല്ല, കൃപയാൽ നിത്യാശ്വാസവും നല്ല പ്രത്യാശയും നമുക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് 2 തെസ്സലോനിക്കർ 2:16 വായിക്കുന്നു. കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കുവാൻ പോകുകയാണ്. നാം ഇന്ന് അനുഭവിക്കുന്ന നിത്യാശ്വാസം, നല്ല പ്രത്യാശ, നാം കൃപയുടെ മഹത്വം ഇന്ന് പൂർണ്ണമായി ഗ്രഹിച്ചിട്ടില്ല. എന്നാൽ ഒരു നാൾ നമ്മുടെ കർത്താവ് വരും. അന്ന് നാം ആ കൃപയുടെ മഹത്വം മനസ്സിലാക്കും. നാം കൃപയുടെ മഹത്വം മനസ്സിലാക്കി കർത്താവിനെ സ്നേഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കാണിച്ച കൃപയുടെ മഹത്വം ഞങ്ങൾ ഇന്ന് ഒരു പരിധിവരെ മാത്രമേ മനസ്സിലാക്കുന്നുള്ളൂ. എന്നാൽ ഒരു നാൾ ആ കൃപയുടെ മഹത്വം ഞങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുമല്ലോ. ഞങ്ങൾ നിത്യം കർത്താവിനോടുകൂടി ആയിരിക്കുന്ന ആ നല്ല ദിവസത്തിനായി കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ എന്നുള്ള നിലയിൽ അങ്ങയെ നിത്യം ആരാധിക്കുന്ന ആ നല്ല ദിവസം സമാഗതമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. സർവമഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.